ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ. ഡെസേർട്ടിൻ്റെ പേര് കുറച്ച് വലുതാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണേ. കസ്റ്റാർഡ് കോൾഡ് ക്യാരമൽ ഡെസേർട്ട് എന്നാണ് പേര്. നല്ല പാടാണേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കണേ. 2 ഗ്ലാസ് പാല് 250 ml 2 കപ്പ് പാലാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണേ. കുറച്ചങ്ങ് കുറുകി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണേ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ട് വീണ്ടും കുറുക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ. എന്നിട്ട് നമുക്ക് അതൊരു സെർവിങ് ബൗളിലേക്ക് ആ ചൂടോട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ടിത് കുറച്ച് ചൂടാറുമ്പോഴത്തേക്കും അങ്ങ് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരമൽ സോസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിനുശേഷം 1/4 കപ്പ് പാലെടുത്ത് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി ക്യാരമലാക്കി ഇട്ടിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കണേ. എന്നാലും കൈ വിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഈ സമയത്താണ് നമ്മുടെ മറ്റേ മിക്സ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് വീണ്ടും അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണേ. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഡെസേർട്ടിലേക്ക് ഈ ക്യാരമൽ സോസ് ഓരോന്നുമായിട്ട് ഒഴിച്ച് കൊടുക്കാവേ. ചൂടോടെ തന്നെയാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേഷന് വേണ്ടി നട്ട്സോ ചോക്ലേറ്റ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാവേ. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അസ്സലാമു അലൈക്കും.